യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ന് കണ്ണൂരിൽ വിവിധ ഉദ്ഘാടന പരിപാടികളുണ്ടായിരുന്നു മന്ത്രി വീണ ജോർജിന്. അവിടെയൊക്കെ തന്നെ മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. ഏറ്റവും ഒടുവിൽ 3:15 മന്ത്രി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിന് പോകാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആ സമയത്ത് ഈ പ്രതിഷേധം ഉണ്ടാകും എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രി വാഹനത്തിൽ നിന്നിറങ്ങി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് തൊട്ടുപുറത്തായി ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തേക്ക് എത്തി. ആ സമയത്താണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന KSU പ്രവർത്തകർ, അതിൽ KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലാണ് ഉണ്ടായിരുന്നത്. MC അതുലാണ് കരിങ്കൊടിയുമായി മന്ത്രിക്ക് അടുത്തേക്ക് എത്തിയത്. ആ സമയത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോലീസ് അതുലിനെ പിടിച്ചു മാറ്റി. അപ്പോൾ മന്ത്രി പറഞ്ഞു എനിക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന്. മന്ത്രിയും MC അതുലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പക്ഷേ അവിടെ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. മന്ത്രിയെ പിടിച്ച് സമാശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഈ പോലീസുകാർ. ഒപ്പം MC അതുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അവിടെ നിന്നും മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. മന്ത്രി പിന്നീട് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് ട്രെയിൻ വരുന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തുന്നു. അങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തിയ സമയത്ത് അവിടെ AM ഷംസീർ സ്പീക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ ഷംസീറുമായി സംസാരിക്കുന്നത്. അപ്പോൾ ഷംസീർ മന്ത്രിയോട് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത്. അപ്പോൾ മന്ത്രി പറയുന്നു ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായെന്ന്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നത്. ആ സമയത്ത് മന്ത്രി പറയുന്നു എനിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്ന്. അങ്ങനെ ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി, അതായത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാൻ പോയ മന്ത്രി അവിടെ നിന്നും തിരിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. കഴുത്തിന് പരിക്കേറ്റു എന്നതാണ് മന്ത്രി പറയുന്നത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് ICUവിലേക്ക് മന്ത്രിയെ മാറ്റുകയും ചെയ്തു. പിന്നീട് മുഖ്യമന്ത്രി, കണ്ണൂർ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ICUവിലെത്തി ഈ മന്ത്രി വീണ ജോർജിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് മന്ത്രിയെ ആക്രമിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. പക്ഷെ മന്ത്രി പറയുന്നത് തന്നെ ആക്രമിച്ചു എന്നതാണ്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, കഴുത്തിന് വേദനയുണ്ട് എന്നതാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. KSU പ്രവർത്തകർ പറയുന്നത് തങ്ങൾ മന്ത്രിയെ ദേഹത്ത് പോലും സ്പർശിച്ചിട്ടില്ല, ആ പരിസരത്തേക്ക് തങ്ങൾ പോയിട്ടില്ല, അതുകൊണ്ട് തങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നതാണ്. പക്ഷേ CPM-ഉം DYFI-യും പറയുന്നത് ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുക മാത്രമല്ല അവിടെ കൊണ്ട് റീത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത്. അതുകൊണ്ട് സമാനമായ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ DYFI നൽകുന്നത്. ഫെലിക്സ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിലിപ്പം പ്രതിപക്ഷ നേതാവിനോടടക്കം KSU നേതാക്കളോടും യൂത്ത് കോൺഗ്രസ് നേതാക്കളോടും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അവരെല്ലാവരും പറയുന്ന കാര്യം ഈ ദൃശ്യങ്ങൾ മുഴുവൻ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അതിൽ ഒരു ഫ്രെയിമിൽ പോലും മന്ത്രിക്കടുത്തേക്ക് എത്താൻ ആ പ്രതിഷേധക്കാർക്ക് കഴിയുന്നില്ല. കാരണം ആ രീതിയിലുള്ള പോലീസ് സന്നാഹം അവിടെയുണ്ട്. ഈ പറയുന്ന അതുലിനെ പോലീസ് ആ രീതിയിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആവശ്യം റെയിൽവേ സ്റ്റേഷനാണ്. CCTV ദൃശ്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതൊന്ന് പുറത്തു വിട്ടുകൂടെ, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആകുമെന്ന്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമോ ഫെലിക്സ്? CCTV ദൃശ്യങ്ങൾ പുറത്തു വരണമെങ്കിൽ റെയിൽവേ പോലീസാണ്, കേരള റെയിൽവേ പോലീസാണ്. കേരള റെയിൽവേ പോലീസാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇത് പുറത്തു വിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം CCTVയിൽ എല്ലാ ദൃശ്യങ്ങളും കൃത്യമായി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ടിക്കറ്റ് കൗണ്ടറിൽ വെച്ചാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന MC അതുൽ എന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് കരിങ്കൊടിയുമായി ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നു. ആ സമയത്ത് മന്ത്രിക്ക് ചുറ്റും വൻ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ തൊട്ടടുത്തേക്ക് എത്താൻ ഏതായാലും MC അതുലിന് കഴിഞ്ഞില്ല. MC അതുലിനെ അവിടുത്തെ പോലീസ് പിടിച്ച് മാറ്റുകയാണ് ചെയ്തത്. ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് എനിക്ക് മുന്നോട്ട് പോകണം, ഞാൻ മുന്നോട്ട് പോകും എന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. മന്ത്രി ആ രീതിയിൽ തന്നെ വളരെ രൂക്ഷമായി KSU പ്രവർത്തകരോട്, പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU പ്രവർത്തകരോട് സംസാരിക്കുകയും അവിടെ നിന്ന് മന്ത്രി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മന്ത്രിയും മുന്നോട്ട് തന്നെ പോയി. ആ സമയത്ത് മന്ത്രി 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ മന്ത്രി വളരെ സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് നിന്നത്. പിന്നീട് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് ട്രെയിൻ വരേണ്ടത്. സംസ്ഥാനത്തെ നേരെ അക്രമം നടക്കുമ്പോ ഈ പോലീസിന് അറിയില്ല ഇവിടുത്തെ കുട്ടി സഹാക്കൾ ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ വന്നിട്ട് ഗേറ്റ് പൂട്ടാൻ നിൽക്കുക. ഒരു പോലീസ് സ്റ്റാൻഡ് ഒരു ഒത്താശയും ഞങ്ങൾക്ക് വേണ്ട, ഒരു സുരക്ഷയും വേണ്ട. ഈ ഓഫീസിലിരിക്കുന്ന 5 ആളുണ്ടായാല് ഇവന്റെ ഒന്നും ഉമ്മാക്കിയോണ്ട് പേടിക്കാൻ നിൽക്കുന്നതാണെന്നല്ല. ഒരു തരത്തിലും ഈ പറഞ്ഞ SFI-കാരനോ DYFI-കാരനോ അങ്ങ് മൂക്കിക്കേറ്റി കയറിയെന്ന് പറഞ്ഞേ. ഈ ICU കിടക്കുന്ന മഹതി ഉണ്ടല്ലോ, നാടകത്തിന്റെ മുഖ്യ നടി മന്ത്രി വീണ ജോർജ് എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ തോന്നിവാസം മുഴുവൻ ഏതാണ്ട് ഒരു മാസം കൂടെ ഉള്ളൂ. ബാക്കി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ ഇതിന് മറുപടി പറയും. DCC ഓഫീസിനകത്തേക്ക് ഈ തെമ്മാടികൾക്ക് അവസരം കൊടുത്തിട്ട്
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമായ ഓഫീസാണ്. ആ ഓഫീസിനകത്തേക്ക് ഒരു മാന്യ മര്യാദയിൽ ഈ തെമ്മാടി കൂട്ടത്തിനെ കടന്നു വരാൻ പോലീസ് ഒത്താശ ചെയ്യുക. എന്ത് തോന്നിവാസം ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഒരുമാതിരി ഈ പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞല്ല. ഈ കളി കൊണ്ടാണ് ഇവിടുത്തെ CPM ഡിവൈഎഫ്ഐക്കാരൻ SFIക്കാരൊക്കെ തല പറയുന്നത്. കാണിച്ചാൽ ഞങ്ങൾ ഇറങ്ങി എന്താ അവസ്ഥ? ഒറ്റൊന്നിനെ പൊടി കണ്ടില്ല. ഇപ്പോ 5 ആള് മതി. ഈ പറഞ്ഞു നിൽക്കുന്ന ദ്വാരത്തലപ്പിന്റെ പിള്ളേർ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ കെ സുധാകരന്റെ കുട്ടികൾ സോണ കുട്ടികൾ ഇന്നും കണ്ണൂരുണ്ട്. അതുകൊണ്ട് അമ്മാരി ഭീഷണി വരപ്പോലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ ഓഫീസ് ഞങ്ങള് അഭിമാനത്തോടുകൂടെ ഈ ഓഫീസിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് യുവന്മാർ ഈ പറഞ്ഞ ഭീഷണിയും ഈ കല്ലേറും ഈ തോന്നിവാസം കൊണ്ടൊന്നും പേടിച്ചോടാൻ വേണ്ടിയിട്ടില്ല. വേണ്ട ഒരു പോലീസുകാരും ഞങ്ങൾക്ക് വേണ്ട. ഈ ഓഫീസിൽ അങ്ങനെ നിൽക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഈ ജില്ലയിലെ പാർട്ടി നേതൃത്വം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇവിടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഫർഹാൻ മുണ്ടൻ ഉൾപ്പെടെ കല്ലേറിൽ പരിക്കുവെച്ചാണ് പോലീസ് നോക്കിയിട്ടാണ്. ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഓഫീസിനകത്ത് കല്ല് വരുന്നത്. ഞാൻ ഇരിക്കുന്ന ചാനൽ മുറിയിൽ ക്യാമറയുടെ മുമ്പിലേക്കാണ് കല്ല് വന്നു വീഴുന്നത്. എന്ത് തോന്നിവാസമാണ് ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ അക്രമത്തിന് കോപ്പൂട്ടാൻ തന്നെയാണ് ഈ തിരക്കഥ ഒരുക്കിയത്. AN ഷംസീറിന്റെ തിരക്കഥയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് വീണ ജോർജ് തകർത്ത് അഭിനയിച്ചു. ഈ കുട്ടി കുരങ്ങന്മാരുണ്ടല്ലോ കുറെ എണ്ണം ഇവിടെ വന്നേ അവന്മാരൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. MC അതുലിന്റെ ജില്ലാ KSU കമ്മിറ്റി പ്രസിഡന്റിനെ എന്നല്ല ഈ ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ആളുകളെ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പേഴ്സണൽ മെസ്സേജ് എന്തൊക്കെ അക്രമവും ഭീഷണിയും. കണ്ണൂരിൽ സാഹചര്യം അതിസങ്കീർണമാവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കടുത്ത ഭാഷയിൽ KSU നേതാക്കൾ പ്രതികരിക്കുകയാണ്. നേരത്തെ DCC ഓഫീസിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള സഹഭാരവാഹികൾ, മറ്റ് KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എന്തിനേറെ പറയുന്ന ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയ ആളുകളെ പോലും പേഴ്സണൽ മെസ്സേജ് വന്ന് ചീത്ത വിളിക്കുക, കൈകാര്യം ചെയ്തു നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറയുക. മുദ്രാവാക്യം ടൗൺ സ്റ്റേഷന് മുമ്പിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ പറയപ്പെട്ട KSU നേതാക്കളുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ വാർഡുകളിൽ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജിൽ മോഹൻ ഇവിടെ ഉണ്ട്. കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കൈകാര്യം ചെയ്ത് കളയും, അങ്ങ് ഇല്ലാതാക്കി കളയെന്ന് പറയാണ്. അങ്ങനെയാണ് നോക്കാലോ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാനുള്ള എല്ലാ കെൽപ്പും ഉണ്ട് ഈ പാർട്ടിക്ക്. അത് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഇവിടെ കണ്ട ഈ സമരാവാസി തോന്നിവാസം കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധത്തിന്റെ പേരിൽ ഇമാതിരി തോന്നിവാസം കാട്ടിക്കൂട്ടുന്ന ഈ കുട്ടിക്കുരങ്ങന്മാർ അറിയും. അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ആക്രമിക്കുന്ന ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഇവരെ അടുത്താരെങ്കിലും ചെല്ലുന്നതിന്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഒറ്റ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അത് ആഘോഷിക്കാനാണെങ്കിൽ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും, കൂടുതലുണ്ടെങ്കിലും വിവരം തരാം. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരായി നടപടിയെടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്ത് കാണാനുള്ള യാതൊരു സാധ്യതയും പ്രാഥമിക അന്വേഷണത്തിലില്ല. രണ്ടാമത് അന്വേഷണത്തിൽ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യും. പ്രതിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ്. അല്ല, അതൊക്കെ ചെയ്ത് എനിക്കെതിരെ പ്രതിഷേധിച്ചു. എനിക്കൊരു വിഷയമില്ല. ഞാനാണല്ലോ ഭരിക്കുന്നത് കേരളം. ഞാനാണല്ലോ കേരളം ഭരിക്കുന്നത്. ഞാനാണല്ലോ ആരോഗ്യരംഗത്തെ ഈ സ്ഥിതിയിലാക്കിയത്. ഞാനാണല്ലോ കേരളത്തെ ഈ സ്ഥിതിയിലാക്കിയത്. കേരളത്തിലെ ഈ ശരിയാക്കി തന്ന ഞാനാണല്ലോ. അതുകൊണ്ട് എനിക്കെതിരെ പ്രതിഷേധിച്ചു, കുഴപ്പമൊന്നുമില്ല. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയെന്നുള്ള ആക്ഷേപം. ഇപ്പൊ കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാ മന്ത്രിമാരും VD സതീശനാന്ന് പറയും. കാരണം എനിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് അവരാണ്, എന്റെ PR ചെയ്യുന്നത് ഇപ്പൊ അവരാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതൊക്കെ ഉറപ്പായിട്ട് തുടരും. അതൊന്നും വേറൊരു അക്രമത്തിന്റെ ലെവലിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്യില്ല. കരിങ്കൊടി പ്രകടനമൊക്കെ ഇവിടെ നടത്തും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വീണ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഇപ്പോഴും സജീവമാണ്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് മാധ്യമപ്രവർത്തനത്തിന് ശേഷം കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടും അന്നത്തെ വീണ കുര്യാക്കോസ്, ഇന്നത്തെ വീണ ജോർജ് ഇപ്പോഴും അഭിനയം കൈവിട്ടു പോയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. അവിടെ ആ സമരത്തിന്റെ വിഷ്വലുകൾ നിങ്ങളുടെ തന്നെയായ മാധ്യമങ്ങളിൽ വന്ന വിഷ്വലുകൾ തന്നെയാണ് ഞങ്ങളെല്ലാം കണ്ടതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പ്രതിഷേധവുമായി കടന്നു വന്ന KSU പ്രവർത്തകർ ഒരാൾ പോലും മന്ത്രിയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടില്ല.
പ്രതിഷേധവുമായി കടന്നു വന്ന വിരലിലെണ്ണാവുന്ന KSUക്കാരെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംഘം ചേർന്ന് പിടിച്ചു വെക്കുന്ന കാഴ്ച നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേസമയം തന്നെ മറ്റൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇതേ മന്ത്രിയെയും തടഞ്ഞു വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആരാണ് ആക്രമിക്കാൻ പോയത്? KSUക്കാരാണോ മന്ത്രിയാണോ? KSUക്കാർ അവിടെ പ്രതിഷേധവുമായിട്ടാണ് കടന്നു വന്നത്. എന്നാൽ മന്ത്രി അവിടെ പ്രതിഷേധവുമായി കടന്നു വന്ന ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചാൽ രക്ഷാസേന എന്ന് പറയുന്ന ഒരു സംഘം ഇറങ്ങി കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുന്ന ആളുകളെ ആക്രമിക്കും. ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചാൽ അവര് തന്നെ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ തെരുവിളിക്കും. ഇതെന്തൊരു കഷ്ടമാണ്! ഒരു ആരോഗ്യവകുപ്പിന്റെ ഒരു മന്ത്രി ഇത്തരത്തിലാണോ പെരുമാറേണ്ടത്? ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമായി കടന്നു വരുമ്പോൾ മന്ത്രിയുടെ വാഹനം സമരക്കാർക്ക് അടുത്തെത്തുമ്പോൾ മന്ത്രി തന്നെ വാഹനത്തിന്റെ ചില്ല് താഴ്ത്തുകയാണ്. എന്നിട്ട് സമരത്തിന് വന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധമായി കടന്നു വന്ന യൂത്ത് കോൺഗ്രസുകാരെ ആക്ഷേപിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. നീയൊക്കെ ആരടാ എന്നാണ് ഒരു മന്ത്രി കാറിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത്. ഒരു വലിയ സന്നാഹം പോലീസിന്റെ മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു മന്ത്രി വിളിച്ചു പോകുമ്പോൾ മന്ത്രിക്ക് ലഭിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ലഭിക്കുന്ന ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജിൽ നിന്നുകൊണ്ട് മന്ത്രി ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ പോരായ്മകൾ സംഭവിച്ചതുകൊണ്ടാണ് അവർക്കെതിരെ പ്രതിഷേധിക്കേണ്ടതായ സാഹചര്യം വന്നത്. ഇങ്ങനെ കരിങ്കൊടി പ്രതിഷേധം കേരളത്തിനകത്ത് ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഈ മന്ത്രിയെ ഒന്ന് ഗുണദോഷിക്കണം. പ്രതിഷേധവുമായി കടന്നു വരുന്നത് ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രതിഷേധിക്കാൻ വരുന്നവരെ തെറി വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ചാടി ഇറങ്ങരുത് എന്ന് മന്ത്രിയെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി കൂടി DYFIക്കാരൊന്ന് ഒന്ന് തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥന കൂടി യൂത്ത് കോൺഗ്രസ് ഒന്ന് മുന്നോട്ട് വെക്കുകയാണ്. മന്ത്രി തന്നെ ആ പ്രതിഷേധക്കാരോട് ആക്രോശിക്കുകയാണ്. അവിടെ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുമല്ലോ. എത്രയോ പോലീസുകാർക്കിടയിലാണ് മന്ത്രി നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പരിക്കേറ്റത്? ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാർ മന്ത്രിയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ നിന്നാണ് മന്ത്രിക്ക് ഏതെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഒരു KSUക്കാരനും മന്ത്രിയെ പരിക്കേൽപ്പിച്ചിട്ടില്ല. നമ്മൾ 2 ദിവസം മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാലും ചേർന്നുള്ള ഒരു ഇന്റർവ്യൂ കണ്ടത്. 20 എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ കണ്ടത്. ആ 20-ൽ മലയാളത്തിന്റെ മഹാനടനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിനയിച്ച് തോൽപ്പിക്കുകയാണ്. ഇന്ന് ആ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി മറ്റൊരു അഭിനയത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഒരേ സമയം പ്രതിഷേധക്കാരെ കാണുമ്പോൾ ഇവർ തമിഴ് സിനിമയായ വിക്രമന്റെ സിനിമയിലെ പോലെ അന്യനെ പോലെ പെരുമാറും. പ്രതിഷേധക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇവർ അമ്പിയായി മാറും. യാരമ്മ നീങ്കയെന്ന് ഇവരെ കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇവരുടെ ഒരു പ്രകടനങ്ങളും പെരുമാറ്റങ്ങളൊക്കെ തന്നെ. ആരോഗ്യവകുപ്പിന്റെ മന്ത്രി കുറെ കൂടി പക്വതയും പാകതയും കാണിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പറയുന്ന മന്ത്രിയെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സിംഗിൾ വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കോ? ഒരാളുടെ കയ്യിലും ലഭ്യമല്ല. ഒരാളുടെ കയ്യിലും അത്തരത്തിലുള്ള ഒരു വിഷ്വൽ ഇല്ല. ഞാൻ വീണ ജോർജിന് പരിക്ക് പറ്റിയത് എന്ന് പറയാൻ ആഗ്രഹിക്കാം. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, CPM പ്രതിഷേധം നടത്തുന്നത് ഇതിന്റെ പേരിലല്ല. മന്ത്രി എന്ന് പറഞ്ഞ് ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല CPM പ്രതിഷേധം നടത്തേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ശസ്ത്രക്രിയയുമായിട്ട് ആശുപത്രിയിൽ ചെന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടു. എവിടെയെങ്കിലും DYFIയുടെയോ CPMന്റെയോ പ്രതിഷേധങ്ങൾ കണ്ടോ? കൈക്ക് പരിക്കുമായി ആശുപത്രിയിലേക്ക് ചെന്ന ഒരു രോഗിക്ക് കണ്ണിന് ചികിത്സ നടത്തിവിട്ടിരിക്കുന്നു, ശസ്ത്രക്രിയ നടത്തിവിട്ടിരിക്കുന്നു. എവിടെയെങ്കിലും CPMന്റെ DYFIയുടെ പ്രതിഷേധങ്ങൾ കണ്ടോ? അങ്ങനെ ആശുപത്രികളിൽ ചെല്ലുന്ന ആളുകൾക്ക് ന്യായമായിട്ടുള്ള ചികിത്സ അവിടെ ലഭിക്കുന്നില്ല. ഇവിടെ മൂക്കിൽ പഞ്ഞി വെച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇറങ്ങി വരേണ്ടുന്ന ഒരു അവസ്ഥ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തപ്പെടണം. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അത്താഴപ്പഷ്ണിക്കാരായിട്ടുള്ള ആളുകൾ, ദിവസത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന തൊഴിലാളികളും കർഷകരും മറ്റ് അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അഭയകേന്ദ്രമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ. ആ സർക്കാർ ആശുപത്രികളിൽ മിതമായ രീതിയിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ചികിത്സ ഒരുക്കാൻ ഈ സർക്കാർ തയ്യാറാകണം. കഴിഞ്ഞ ദിവസത്തെ ഈ പറയുന്ന വയറ്റിൽ കത്രികയുമായിട്ട് കണ്ടു എന്ന് പറയുന്ന സ്ത്രീയോട് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഭയമാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിനും സാധാരണ ജനങ്ങൾക്കും സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയമാണ്. ആ ഭയം മാറ്റാനാണ് ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകേണ്ടത്. ആ ഭയം മാറ്റാനതിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളാണ് SFIയും DYFIയും CPM നടത്തേണ്ടത്. അല്ലാതെ മന്ത്രി നടത്തുന്ന ഇത്തരം പൊറാട്ട് നാടകങ്ങൾക്ക് ഇത്ര നേരമായല്ലോ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പറയുന്ന മന്ത്രിയെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സിംഗിൾ വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കോ? ഒരാളുടെ കയ്യിലും ലഭ്യമല്ല. ഒരാളുടെ കയ്യിലും അത്തരത്തിലുള്ള ഒരു വിഷ്വൽ ഇല്ല. വീണ ജോർജിന് പരിക്ക് പറ്റിയത് നിങ്ങൾ കാണണം. ഈ പറയുന്ന
വീണ ജോർജിന് പരിക്ക് പറ്റിയെന്നാണ് ചില ചാനലുകളിൽ അദ്ദേഹത്തിന്റെ കൈക്ക് പറ്റിയ പരിക്കുകളെല്ലാം കാണിച്ചുകൊണ്ട് ആളുകൾ പറയുന്നത്. ഇന്ന് മട്ടന്നൂർ പരിപാടിക്ക് മന്ത്രി പങ്കെടുക്കുമ്പോൾ ഈ പരിക്കുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് മന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ഈ സമാനമായിട്ടുള്ള രീതിയിലേക്കുള്ള പരിക്കുണ്ട്. പിന്നെ ഈ വിഷ്വല് ഈ പറയുന്ന ചാനലുകളെല്ലാം കാണണം. ഇതില് മന്ത്രി ആക്രോശിച്ചുകൊണ്ട് കേസ് പ്രവർത്തകർക്ക് നേരെ വരുന്നത് വളരെ വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള സമരങ്ങൾക്കെതിരെ CPM പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല എന്നാണ് ശിവകുട്ടി പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തില് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ പത്തനംതിട്ടയിലെ സംഭവത്തിന് ശേഷം അവരൊരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ, രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകളുടെ ഇടയിൽ നിന്ന് പോലും അത്തരത്തിലേക്കുള്ള ഒരു സംസാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതിഷേധമായിട്ട് ചെന്ന കേസ് പ്രവർത്തകർക്ക് ഞങ്ങൾ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. മന്ത്രിയുടെ ശരീരത്തിന് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് യാതൊരു നടപടികളും ഉണ്ടാകരുത്. അവരത് അക്ഷരം പ്രതി കേസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുൽ MC-യുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രതിഷേധവുമായി ചെന്നപ്പോൾ മന്ത്രിയുടെ ശരീരത്തിന് പരിക്കേൽക്കുന്ന തരത്തിൽ യാതൊരു രീതിയിലേക്കുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പോലീസ് സുരക്ഷ ഒരുക്കി അടുത്തുവരെ അത് ഞാൻ പറയുന്ന ഈ 5 കേസുകാർ ഈ 20ഓളം വരുന്ന അല്ലെങ്കിൽ 25ഓളം വരുന്ന കേരള പോലീസിനെ നേരിടാൻ പാകത്തിന് അത്ര അമാനുഷികരൊന്നും ഈ കേസ് പ്രവർത്തകര് ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് അത് മന്ത്രിയുടെ ദേഹത്ത് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമരം പോയിട്ടില്ല. അത് CPM സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നതാണ്. അവരിതൊരു അവസരമായി അതിനെ കണ്ടിരിക്കുകയാണ് CPM-കാർ. ഈ ഇത്തരത്തിൽ കുറെ പ്രശ്നം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികളാണ് 90% വീഴ്ചകൾ സംഭവിക്കുന്നത്. പക്ഷേ ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെയും KSU അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ആരോഗ്യ മന്ത്രിക്കെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും ശക്തമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വന്ന ഘട്ടത്തിലാണ് ഇവരിതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 9.25 വർഷക്കാലം അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരാണ്. ആരോഗ്യ മേഖലയിൽ അത് സ്വകാര്യമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സർക്കാർ ആയിക്കോട്ടെ, ഈ മേഖലയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ട ആളുകൾ ആരാണ്? കേരളത്തിന്റെ സർക്കാരല്ലേ, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പല്ലേ, ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ലേ. എന്നിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നടത്തുന്ന ന്യായീകരണം സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രതികരണമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിക്കുക. രാവിലെ മുതലുള്ള കരിങ്കൊടി പ്രതിഷേധത്തിലുള്ള പരിക്ക് കൂടാതെ KSU-വിന്റെ റെയിൽവേ സ്റ്റേഷനുള്ള കരിങ്കൊടി പ്രതിഷേധത്തിൽ ജില്ലാ പ്രസിഡന്റ് MC അതുലിന്റെ നേതൃത്വത്തിൽ KSU-വിന് ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭാരവാഹികൾ ജില്ലയിൽ ഉടനീളം നടന്ന പ്രതിഷേധങ്ങൾക്ക് സമാനമായ ഒരു പ്രതിഷേധം, ഒരു കരിങ്കൊടി പ്രതിഷേധം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നപ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ എല്ലാ തരത്തിലുള്ള അഭിനയത്തിന്റെ വൈഭവവും നടന വൈഭവവും പുറത്തെടുത്ത ഒരു നാടകമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് എന്താണ് KSU അക്രമത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു, കഴുത്തിന് പരിക്ക്, കൈക്ക് പരിക്ക് എന്നൊക്കെ പറഞ്ഞു. കൈക്ക് പരിക്കേറ്റ ആരോഗ്യമന്ത്രിയുടെ വിഷ്വലുകൾ സഹിതം നിങ്ങൾ കാണിക്കുകയാണ്. ഗുരുതരമായി KSU-വിന്റെ പ്രതിഷേധത്തിനിടെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. ആ കാണുന്ന പരിക്ക് എത്ര ദിവസം മുന്നേ ഉള്ളതാണ് എന്ന് ICU-വിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയെന്നുള്ളതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ആശുപത്രി ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം കത്രിക കട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് പത്രത്തിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഒരു ചിത്രത്തിൽ ഉൾപ്പെടെ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് കാണിച്ച ആ പരിക്കുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പത്രത്തെയോ മറ്റ് ചാനലിനെയോ ഒന്നും വിശ്വാസമില്ലെങ്കിൽ കൈരളി തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ മന്ത്രിയുടെ ഒരു അഭ്യാസ പ്രകടനം ഉണ്ടായല്ലോ, അവിടെ ഒരു കോപ്രായ നാടകമൊക്കെ അരങ്ങേറിയല്ലോ. മന്ത്രി വീണ ജോർജ് ഈ പറഞ്ഞ ഉഡായിപ്പ് തറക്കല്ലിടലും ഉദ്ഘാടനമൊക്കെ നടക്കുന്നതിനിടയിൽ അവിടെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അന്ന് കൈരളി പുറത്ത് വിട്ട വിഷ്വലിന്റെ ഭാഗമായുള്ള ചിത്രങ്ങളിലും മന്ത്രിയുടെ കയ്യിലെ ആ പോറൽ കാണാം. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതാ കഴുത്തിലും കൈക്കും ഒക്കെ പരിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊട്ടിഘോഷിച്ചത്. ഇന്ന് ഈ പറഞ്ഞ കണ്ണൂരിൽ രാവിലെ നടന്ന പരിപാടിയിലും മുഖ്യമന്ത്രിയുടെ കൂടെ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ നടന്ന പരിപാടിയിലും ഈ പറഞ്ഞ പരിക്കുള്ളതായി കാണാം.